ഹായ് ഫ്രണ്ട്സ്, അയിലക്കറിയൊക്കെ കൂട്ടി മടുത്തവരാണോ നിങ്ങൾ? എന്നതെ ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഒരു വെറൈറ്റി കറിയാണ് അയില വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അയില ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്ര സാധനങ്ങളിട്ട് ഞാനിത് വറുത്തെടുത്ത് മാറ്റി വെച്ചേക്കണേ. ഇനി നമുക്ക് ഇത് വെച്ചാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചെടുത്തത്, പിന്നെ തക്കാളി, ഇത്ര സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അത് ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ കുറച്ച് ഉലുവ പൊട്ടിക്കാം നമുക്ക്. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മുടെ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടി നന്നായിട്ട് ഇനി ഒന്ന് വഴണ്ട് വരണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ഇത്ര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആ കറി ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നമ്മൾ സാധാരണ മീൻ കറിയിലൊക്കെ ഒഴിക്കുന്നത് പോലെ തന്നെ നമുക്കിതിലും ഒഴിച്ചു കൊടുക്കാം. ഇനി അവിടെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ വറുത്ത അയില കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇനി അതൊന്ന് തിളച്ച് വരണം. കണ്ടോ, ഇത്രേ ഉള്ളൂ നമ്മുടെ അയിലക്കറി. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. സാധാരണ അയിലക്കറിയൊക്കെ എല്ലാം കഴിച്ച് മടുത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.